ഗുഡ് മോർണിംഗ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് ഷൻല. നമുക്ക് ഇന്ന് മോർണിംഗ് റീഡിങ് എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്താണ്, മോർണിംഗ് എനർജി എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സ് നൽകുന്ന കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. 3 ദീർഘനിശ്വാസം എടുത്തു വിടുക. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് നേരത്തെ ഷഫിൾ ചെയ്ത് വെച്ച കാർഡാണ്. ഓക്കെ, മോർണിംഗ് എനർജി എന്താണ്, മോർണിംഗ് ഗൈഡൻസ് എന്താണ്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് വോൺസ് ആണ് മോർണിംഗ് എനർജി വന്നിരിക്കുന്നത്. സെക്കൻഡ് കാർഡ് ഒന്നുകൂടി ഷഫിൾ ചെയ്ത്. ഓക്കെ, സെക്കൻഡ് കാർഡ് ക്യൂൺ ഓഫ് പെൻഡക്കിൾസ് ആണ്. തേർഡ് കാർഡ് പേജ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് യൂണിവേഴ്സ് ഇന്ന് നൽകുന്ന മെസ്സേജ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. കിങ് ഓഫ് വോൺസ് ആണ് ഫസ്റ്റ് കാർഡ് വന്നത്. നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. ഏതിലായാലും, റിലേഷൻഷിപ്പിലായാലും ഫൈനാൻഷ്യലായാലും ഫാസ്റ്റ് മണി ഇൻകം ആയിരിക്കും. അല്ലാതെ ഉള്ള എന്ത് കരിയർ വൈസ് ആയാലും പ്രൊമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു എനർജിയാണ്. നിങ്ങൾക്കൊരു ഫോർവേഡ് സ്റ്റെപ്പ് കിട്ടുന്ന ഒരു എനർജിയാണ് ഇന്ന് നിങ്ങൾക്ക്. വളരെയധികം പോസിറ്റീവായ നല്ലൊരു എനർജിയാണ്. ഫയറിൻ്റെ എനർജിയാണ്. അതാണ് ഫസ്റ്റ് കിട്ടിയ കാർഡ്. സെക്കൻഡ് ക്യൂൺ ഓഫ് പെൻഡക്കിൾ പ്രാക്ടിക്കലായിട്ട് സപ്പോർട്ടീവായിട്ട് ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റുള്ള ഒരു സോളും എനർജിയൊക്കെയാണ്. ഫൈനാൻഷ്യലി സ്റ്റേബിളായിട്ട് സേവിങ്സ് ഒക്കെ ചെയ്യുന്ന നല്ലൊരു വൈസായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന, ഫൈനാൻഷ്യലി മുന്നോട്ട് പോവുകയും ഹെൽത്തൊക്കെ വളരെയധികം കെയർ ചെയ്ത് ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു എനർജിയാണ് സെക്കൻഡ് വന്നത്. തേർഡ് വന്നത് പേജ് ഓഫ് കപ്സ് ആണ്. പേജ് ഓഫ് കപ്സ് സെൻസിറ്റീവ് നേച്ചർ, ക്രിയേറ്റീവ് മൈൻഡാണ്. പുതിയ തുടക്കത്തിനും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിനും പുതിയ ജോബ് അന്വേഷിക്കുന്നതിനും ന്യൂ ഐഡിയാസ് വരുന്നതിനും ബിസിനസ്സിലോ മറ്റെന്ത് ഹെൽത്തിലൊക്കെ ജെൻറൽ ഹീലിങ്, മൂഡ് ചേഞ്ചസ് ഒക്കെ വന്നാലും ഇമോഷണലി സെൻസിറ്റീവായ ഒരു സ്റ്റേജാണ്. പക്ഷേ നിങ്ങൾ ഈ എനർജീസ് ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തന്നെയായിരിക്കും ഇന്നത്തേത്. വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക.